നീ ഓടിയാലും തളരില്ല. നമ്മളെ കണ്ട ഏലിയാ പ്രവാചകൻ ഓടിയിട്ടും തളർന്നില്ല. പുറപ്പാട് പുസ്തകത്തില് മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മോശ ദൈവം വിളിക്കുമ്പോ മോശ ആരായിരുന്നു? മോശ ആരായിരുന്നു? ഇടയനായിരുന്നു. പിന്നെ ആരായിരുന്നു? മോശ ഒരു വിക്കനായിരുന്നു. നിങ്ങൾ പറയില്ലാത്തൊരു കാര്യം ഇവിടെ പറയാം മോശയെ കുറിച്ച്. മോശ ഒരു ഉറപ്പ് പറഞ്ഞേ, ശരിയാന്ന് തോന്നുന്നു പറഞ്ഞു. സൗമ്യനായ മനുഷ്യനായിരുന്നു മോശ. സൗമ്യനൊക്കെ ആയിരുന്നു, പക്ഷെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മോശ ഒരു കൊലപാതകിയായിരുന്നു. അവിടുത്തെ ഈജിപ്തുകാരനെ അടിച്ചു കൊന്ന് മണ്ണിൽ കുഴിച്ചു മൂടിയിട്ട് ആ നാട്ടിൽ നിൽക്കാൻ വയ്യാതെ അവിടുന്ന് ഒളിച്ചോടി മിദ്യാനിൽ ചെന്ന മോശ അദ്ദേഹം ഒരു കൊലപാതകിയായിരുന്നു. അന്ന് ഉപസരിച്ചിട്ടൊന്നുമില്ല. വിക്കനായിരുന്നു. മോശ ആട്ടിടയനായിരുന്നു. ഈ മോശയെ കർത്താവ് വിളിക്കുന്നു. മോശ പറഞ്ഞു, വയ്യ, എനിക്ക് അതിനുള്ള ശക്തിയില്ല കർത്താവേ, അതിനുള്ള ആരോഗ്യമില്ല, എനിക്കതിനുള്ള കഴിവില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല. നമ്മളൊക്കെ പറയുന്നത് പോലെ മോശ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിന്നെ ഞാനാണ് ശക്തിപ്പെടുത്തുക. നിനക്ക് കൂട്ടിന് നീ ഇവനെ പിടിച്ചു, അഹ്റോനെ. നിനക്ക് കൂട്ടിന് നീ വടിയെടുത്തു. ഈ വടി നീട്ടിയാൽ എല്ലാം സംഭവിക്കും. ഇത് നിന്റെ ശക്തിയാണ്. ദൈവം ശക്തിപ്പെടുത്തിയല്ലേ? ദൈവം ശക്തിപ്പെടുത്തി. മോശ ചെങ്കടലിന്റെ മുൻപില് നിൽക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു രംഗം. മുൻപില് ചെങ്കടല്, പിന്നില് മലയിറങ്ങി വരികയാണ് ഫറവോയുടെ സൈന്യങ്ങള്. അപ്പൊ ഇസ്രായേൽ മക്കൾ പെരുവൃത്തുകൊണ്ട് പറയുന്ന രംഗമുണ്ട്. ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിലത് ചിന്തിക്കും. മോശയോട് പറയുകയാണ്, മുൻപിൽ കടല്, ഒന്നുകിൽ നമ്മൾ ഇവിടെ മുങ്ങിച്ചാകും, അല്ലെങ്കിൽ തേയ വരുന്നു ഫറവോയും സൈന്യവും, അവന്മാര് നമ്മളെ വെട്ടിക്കൊല്ലും. അപ്പോ മോശ പറയുന്ന ഒരു മറുപടി ഉണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അപ്പന്മാര് പ്രത്യേകിച്ച് കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ പറയേണ്ട ഒരു മറുപടി. ഇത്രമാത്രം പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോ മോശ അവരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ശാന്തരാകുക, ശാന്തരാകുക. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഒരു കുടുംബം നട്ടം തിരിയുമ്പോ കുടുംബനാഥനും കുടുംബനാഥയ്ക്കും ശാന്തരാകൂ മക്കളെ, എല്ലാത്തിനും ദൈവം പ്രതിവിധി കണ്ടെത്തും എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണം. മോശ ഉടനെ സ്വർഗത്തിലേക്ക് നോക്കി, എന്റെ അപ്പ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പ പറഞ്ഞു, എടാ മണ്ട മോശെ, നിന്റെ കയ്യിൽ ഒരു വടി തന്നിട്ടില്ലേ, ആ വടി നീട്ട്. മോശ വടി നീട്ടിയപ്പോ ചെങ്കടല് രണ്ടായിട്ട് പിളർന്നു. അവരതിലൂടെ കടന്ന് അക്കരയ്ക്കെത്തി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവൻ എത്രമാത്രം ജീവിതത്തിന്റെ തകർച്ചകളിലൂടെ കടന്നുപോയാലും, ജീവിതത്തിന്റെ ചെങ്കടലുകളിലൂടെ കടന്നുപോയാലും അവന്റെ ജീവിതത്തില് ഒരിക്കലും ഒരു അസ്വസ്ഥതയും ഉണ്ടാവുകയില്ല. അവൻ ഓരോ നിമിഷവും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കഴുകനെ പോലെ അവൻ ചിറകടിച്ചുയരും എന്നുള്ള ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകനാണ്, നമുക്കറിയാം അല്ലെ? ഏറ്റവും ഉയരത്തിൽ കൂടുകെട്ടി മുട്ടയിടുന്ന പക്ഷി കഴുകനാണ്. ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴത്തെ കാഴ്ചകൾ കാണുന്ന പക്ഷിയും കഴുകനാണ്. ഈ കഴുകന്റെ ജീവിതത്തില് നമുക്കറിയാം, 40 വർഷം കഴിയുമ്പോൾ വയസ്സാകുന്ന ഒരു പരിപാടിയുണ്ട്. അറിയില്ല അത്? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. 40 വയസ്സാകുമ്പോ ഈ കഴുകന്റെ കൊക്കുകൾക്ക് ശക്തി ക്ഷയിക്കും. അത് ഇരയെ പൊത്തിയ ഒന്നും കിട്ടില്ല. അതിന്റെ നഖങ്ങളുടെ ശക്തി ക്ഷയിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു കോഴിക്കുഞ്ഞാണെ പോലും ആ നഖത്തിനിടയിലൂടെ താന്നു പോകും. 40 വയസ്സാകുമ്പോൾ നമുക്കൊക്കെ സംഭവിക്കുന്നത് പോലെ വാർദ്ധക്യം ബാധിക്കും. അതിലെ ചിറകുകൾ കൊണ്ട് ഉയരത്തിൽ പറക്കാനാവാതെ വരും. ഈ സമയത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ മക്കളോട് പറഞ്ഞാൽ കഴുകന്റെ ജീവിത ചക്രം എന്ന് പറഞ്ഞ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. 40 വർഷം കഴിയുമ്പോൾ ഈ കഴുകൻ പറന്ന് അടുത്തുള്ള ഒരു കുന്നിന്റെ മുകളിൽ കയറിയിരിക്കും. ആരുമില്ലാത്ത വലിയൊരു കുന്നിന്റെ മുകളിൽ. അവിടെ ചെന്നിട്ട് ഈ ചങ്ങാതി ആദ്യമേ തന്റെ കാലിന്റെ നഖങ്ങളൊക്കെ കൊമ്പുകൊണ്ട് കൊത്തി കൊത്തി പറിച്ച് ദൂരെ കളയും. നഖങ്ങൾ നല്ല കൂർത്ത നഖങ്ങളാണ്, പറിച്ചു കളയും. പിന്നീട് ഈ തൂവലുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് പറിച്ചു കളയും. അവസാനം താറാവിന്റെ കൂടെ പറിക്കുന്നത് പോലെ ശരീരത്തൊന്നുമില്ലാതെ നിൽക്കുന്ന കഴുകനെയാണ് അവിടെ കാണുക.
അവസാനമാണ് എല്ലാം പറിച്ചു കഴിയുമ്പോഴാണ് ഈ കൊക്ക് വലിയ കല്ലിന്റെ പുറത്തിട്ട് ഒരച്ചൊരച്ച് ആ കൊക്കും ഒടിച്ചു കളയും. ഇപ്പോ കഴുകൻ വെറും ശരീരം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 1-2-3 ആഴ്ചകൾ കഴിയുമ്പോൾ, ഇത് കഥയല്ല, സംഭവം കേട്ടോ, 2-3 ആഴ്ചകൾ കഴിയുമ്പോൾ പതിയെ രോമങ്ങൾ കിളിർത്തു വരാൻ തുടങ്ങും, ഈ നഖങ്ങളൊക്കെ വരാൻ തുടങ്ങും, ഈ ചുണ്ട് കിളിർത്തു വരാൻ തുടങ്ങും. അങ്ങനെ എല്ലാം വീണ്ടും ഉണ്ടായി കഴിയുമ്പോൾ ഈ കഴുകൻ പഴയതുപോലെ വീണ്ടും ശക്തിപ്പെടും. അടുത്ത ഒരു 40 വർഷം കൂടി, 40 വർഷത്തെ ആയുസ് കഴിഞ്ഞു, വീണ്ടും ഒരു 40 വർഷം കൂടി കഴുകൻ ഇങ്ങനെ ചിറകടിച്ച് പറന്നുയരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഈ വചനം എഴുതുമ്പോ, യെശയ്യാ പ്രവാചകനിലൂടെ ഇത് പറയുമ്പോ, നമ്മളിൽ പലരും വാർദ്ധക്യമായി 40-ആയി, 50-ആയി, 60-ആയി, 70-ആയി എന്നൊക്കെ പറയുന്ന നമ്മളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും പറയുക, നിന്റെ ജീവിതത്തിന്റെ വാർദ്ധക്യത്തില്, നിന്റെ ജീവിതത്തിന്റെ തളർച്ചയില് മോനെ നീ പറന്നു വന്ന് ദൈവത്തിന്റെ മലയിൽ കയറിയിരിക്കൂ, ധ്യാനിക്കൂ, പ്രാർത്ഥിക്കൂ. നമുക്കറിയാം, കുറച്ച് കഴിയുമ്പോ പലരും, എനിക്കിന്നും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രായമായ വ്യക്തികൾ പോലും ദൈവത്തിന്റെ ശുശ്രൂഷയിൽ വളരെ ശക്തരായി, അവരുടെ മുഖത്ത് ചിലർ പറയും, ഇവിടെ ഇരിക്കുന്ന ചേട്ടന്റെ മുഖത്ത് നോക്കിയാൽ എന്തൊരു ഐശ്വര്യമാണ് ഉള്ളത് പറഞ്ഞു കേട്ടോ, സത്യമായിട്ട് പറഞ്ഞ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന മുഖങ്ങള് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കൂടി ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ സമയം തീരുന്നതായിരിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. കേട്ടോ? നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? കേട്ടിട്ടുള്ളതല്ലേ? ധ്യാനിച്ചിട്ടുള്ളതല്ലേ? യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നമ്മൾ വായിച്ചത്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, എന്താണ്? ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കൂടി 356 പ്രാവശ്യം ബൈബിളിൽ പറയുന്നുണ്ട്. ഞാനിപ്പോ ഒരു അച്ഛനോട് ചോദിച്ചാൽ എന്തിനാ 356 പ്രാവശ്യം? അച്ഛൻ പറഞ്ഞ മറുപടി നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? എന്തിനാണ്? പേടിക്കാതിരിക്കാൻ. ഓരോ ദിവസവും എഴുന്നേറ്റ് വരുമ്പോ നമ്മൾ കുരിശുവരയ്ക്കുമല്ലോ. കുരിശുവരയ്ക്കുമ്പോ ഈശോയുടെ രൂപത്തിലേക്ക് നോക്കണം. ഈശോ നമ്മൾ പറയുന്നത്, ഇന്ന് നീ ഭയപ്പെടേണ്ട. അങ്ങനെ 356 ദിവസവും കർത്താവ് എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. ഈ നമുക്ക് ഒരു ഈച്ചയെ കണ്ടാ പേടി, പൂച്ചയെ കണ്ടാ പേടി, പാറ്റയെ കണ്ടാ പേടി, പാമ്പിനെ കണ്ടാ പേടി, മനുഷ്യരെ കണ്ടാ പേടി, പട്ടിയെ കണ്ടാ പേടി, സർവരെയും പേടി. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് പറയാണ്, നീ ഭയപ്പെടേണ്ട. ജീവിതത്തിന്റെ സുനാമികളില് നീ ഭയപ്പെടേണ്ട, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നീ ഭയപ്പെടേണ്ട. 356 പ്രാവശ്യം കർത്താവ് ഇത് വെറുതെയല്ല പറയുന്നത്, അതിന്റെ അർത്ഥം മുഴുവൻ ഈ വചനത്തിലുണ്ട്. ഈശോ പറയുകയാണ്, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. ആരാണ് നമ്മളെ സൃഷ്ടിച്ചത്? ആരാണ്? ദൈവം. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് നീ ഭയപ്പെടേണ്ട. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സംഭവം കൂടെ പറഞ്ഞ് നമുക്ക് സമാപിപ്പിക്കാം. പണ്ടൊരു ഹൈവേയിലൂടെ ഒരു അതിവേഗത്തില് കാറ് ചീറിപ്പാഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് ആ കാറിന് ഒരു ബ്രേക്ക് ഡൗൺ ആയി, കേടായി. അവിടെ സൈഡിൽ നിർത്തിയിട്ട് ആ കാറ് ഡ്രൈവ് ചെയ്തിരുന്നത് ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം കാറ് നിർത്തിയിട്ട് പെട്ടെന്ന് ആ കാറ് പരിശോധിച്ചു, സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. അവസാനം അദ്ദേഹം മെക്കാനിക്കിനെ വിളിച്ചു, കാറ് നന്നാവുന്നില്ല. അദ്ദേഹം ഗ്യാരേജ് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വന്ന് നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറഞ്ഞ് അതിങ്ങനെ കാറിന്റെ അരികിൽ നിൽക്കുമ്പോൾ, ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്, ഒരു പ്രായമുള്ള മനുഷ്യൻ, ഒരു 90 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരു നീണ്ട കുപ്പായവും ഒക്കെ ഇട്ട് അദ്ദേഹം ഇങ്ങനെ അമേരിക്കയിലാണ് നടന്നു വരികയാണ്. വളരെ വൃദ്ധനാണ്, വഴിയൊക്കെ കുത്തിപ്പിടിച്ചാണ്. അപ്പൊ ഈ മനുഷ്യൻ ഈ കാറിന്റെ ഡ്രൈവ് ചെയ്യുന്ന മനുഷ്യരോട് ചോദിച്ചു, എന്തു പറ്റി നിന്റെ കാറിന്? അദ്ദേഹം പറഞ്ഞ, എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി, കേടായി.
ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, നിന്റെ കാറ് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്രായമായ പലരും എഞ്ചിനീയർ ട്രൈ ചെയ്തിട്ട് നന്നാകാത്ത കാറാണ് ഈ കിഴവൻ ചോദിക്കുന്നത് എന്നുള്ള മട്ടിലോ, വേണ്ട അപ്പാപ്പ ഞാനിത് നോക്കിയതാണ് ശരിയാകത്തില്ല. അപ്പോൾ വീണ്ടും ഈ കിഴവൻ പറയുകയാണ്, മോനെ ലെറ്റ് മീ ട്രൈ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, നീ ആ താക്കോലിങ്ങതാ. അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ട് താക്കോൽ വലിച്ച് ഈ കിളവന്റെ കൈകളിലേക്ക് എറിയുകയാണ്. എന്നാ പിടിച്ചു. അദ്ദേഹം ചെന്ന് കാറ് തുറന്ന് ഒരു സ്പാനർ എടുത്ത് 5 മിനിറ്റിനുള്ളിൽ ഈ കാറ് റിപ്പയർ ചെയ്ത് കൈ കൊടുത്തു. ഈ എഞ്ചിനീയർക്ക് സർപ്രൈസ്, ഒരു 5 മിനിറ്റ് കൊണ്ട് കാറ് ശരിയാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞു, മോനെ കയറി പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അങ്കിൾ, കിഴവാന്ന് വിളിച്ച ആളിനോട് ചോദിച്ചു, അങ്കിളിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് ഹെൻറി ഫോർഡ്. ഫോർഡ് എന്ന് പറയുന്ന കാറ് ഡിസൈൻ ചെയ്ത് ആദ്യത്തെ കാർ ഇറക്കിയ കമ്പനിയുടെ ഉടമസ്ഥനായിരുന്നു ഹെൻറി ഫോർഡ്. വയസ്സായപ്പം അദ്ദേഹം റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുകയാണ്. താൻ ഡിസൈൻ ചെയ്ത, താൻ നിർമ്മിച്ച കാറിന്റെ ഓരോ വയറുകളും ഓരോ നട്ടും ബോൾട്ടും തിരിച്ചറിയാവുന്ന ഹെൻറി ഫോർഡ് 5 മിനിറ്റ് കൊണ്ട് ആ കാറ് ശരിയാക്കി കൈകൊടുത്തു. പ്രിയമുള്ളവരെ, എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവത്തിന് എന്റെ പ്രശ്നങ്ങൾ അറിയില്ലേ? എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവത്തിന് എന്റെ ഞരമ്പുകളുടെ പ്രശ്നങ്ങൾ അറിയില്ലേ? എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നന്നായിട്ട് അറിയാം എന്ന വലിയ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട എന്ന ദൈവത്തിന്റെ തിരുവചനം നമ്മൾ ശ്രദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലും ദൈവം നമ്മെ നോക്കി ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് അർത്ഥം ഇതാണ്, മോനെ, നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ രക്ഷിച്ചത്, നിന്നെ രൂപപ്പെടുത്തിയത്. ആ വചനത്തിൽ വീണ്ടും അടുത്ത വചനങ്ങളിൽ പറയുന്നുണ്ട്, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്, നിന്നെ രക്ഷിച്ചത് ഞാനാണ്. നീ പണ്ട് പാപത്തിന്റെ മേഖലകളിലൊക്കെ ജീവിച്ചു നടന്ന് നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നത് ഞാനാണ്. നിന്നെ സൃഷ്ടിച്ച, നിന്നെ രക്ഷിച്ച, നിന്നെ രൂപപ്പെടുത്തിയ നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങളൊക്കെ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ തുടിപ്പുകളും ചലനങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. എന്നെ സൃഷ്ടിച്ച്, എന്നെ രക്ഷിച്ച്, എന്നെ പരിപാലിക്കുന്ന എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്നൊരു ബോധ്യം എനിക്കിപ്പോൾ ശക്തി പകരുകയാണ്. ചെങ്കടലിന്റെ തീരത്ത് മോശയ്ക്ക് ധൈര്യം നൽകിയ, മരുഭൂമിയില് വാടാമുൾ ചെടിയുടെ ചുവട്ടിൽ കിടന്ന ഏലിയ പ്രവാചകന് ശക്തി നൽകിയ അതേ ദൈവം ഇന്ന് ഈ വചനക്കൂടാരത്തില് ദൈവത്തിന്റെ സന്നിധിയില് ആരാധനയിലായിരിക്കുമ്പോൾ എന്നെയും ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ശാന്തമായിട്ട് ഉയർത്താം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അസ്വസ്ഥതകളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ എഴുതി കൊടുത്ത നമ്മുടെ ആവശ്യങ്ങളുണ്ട്. എഴുതി കൊടുക്കാതെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ആവശ്യങ്ങളുണ്ട്. നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിലേക്ക് വരുന്ന ആവശ്യങ്ങളുണ്ട്. ജീവിതത്തിന്റെ തളർച്ചകളിലെ തകർച്ചകളിലൊക്കെയും കർത്താവ് നമ്മെ നോക്കി പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവൻ ഓടിയാലും തളരില്ല. സമുദ്രത്തിന്റെ മുകളിലൂടെ നടന്നാലും അവനൊരു ആപത്തും ഉണ്ടാവുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും അവനൊരു ആപത്തും ഉണ്ടാവുകയില്ല. ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിൽ എറിഞ്ഞപ്പോൾ ആ സിംഹത്തിന്റെ കൂടെ കളിച്ചും ചിരിച്ചും ജീവിക്കുവാൻ ആ പ്രവാചകന് കഴിഞ്ഞത് അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാണ്. 3 യുവാക്കളെ അഗ്നികുണ്ഡത്തിലിട്ടപ്പോൾ തീക്ക് മുകളിലൂടെ നടന്ന് അവരെ നൃത്തം ചവിട്ടി ദൈവത്തെ സ്തുതിച്ചത് അവര് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാണ്. പാപത്തിന്റെ പടുകുഴിയില് ജീവിതം തകർത്തെറിഞ്ഞ് എറിയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചാക്കൊടുത്ത് ചാരം പൂശി പ്രാർത്ഥിച്ച ദാവീദിനെ ദൈവം ഏറ്റവും വലിയ രാജാവായിട്ട് മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ തള്ളിപ്പറഞ്ഞ, തന്നെ തിരസ്കരിച്ച പത്രോസിന് അവൻ തിരിച്ചു വന്നപ്പോൾ തിബേരിയോസിന്റെ തീരത്ത് അപ്പവും മീനും കൊടുത്ത് അവനെ തന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് സഭയുടെ മാർപ്പാപ്പയാക്കി ഏറ്റവും വിശുദ്ധനാക്കി രക്തസാക്ഷിയാക്കിയ
ദൈവം ഇന്ന് നമ്മോട് ഓരോരുത്തരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ നാമത്തില് നമ്മുടെ എല്ലാ ബന്ധനങ്ങളും ഈ നിമിഷത്തിൽ വിട്ടുമാറട്ടെ. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ അവിടെ എടുത്തു മാറ്റട്ടെ. ദൈവത്തിന്റെ കരം നമ്മുടെ ശിരസിൽ പതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ശിരസിൽ പതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിന്റെ കൃപ ഒഴുകണമേ, നിന്റെ ശക്തി ഞങ്ങളിലേക്ക് ചൊരിയണമേ, നിന്റെ അത്ഭുതകരമായ സൗഖ്യം ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് കണ്ണു തുറക്കാൻ ശക്തമായിട്ട് കരങ്ങളടിച്ച് എന്റെ മുമ്പിൽ ഒന്നും അസാധ്യമില്ല. വിശ്വസിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈശോയെ അല്പസമയം ഒന്ന് ആരാധിക്കുകയാണ്. നമുക്കറിയാം, ഈശോ ആരാധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയില്ലാതെ ഈശോ ഒരിക്കലും ആരാധിക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്, ഈശോ പുൽക്കൂട്ടില് ജനിച്ചു വീണ ആ സമയത്ത് ആട്ടിടയന്മാര് ഈശോയെ വന്ന് ആരാധിച്ചു. അവര് വന്ന് ഈശോയുടെ മുൻപിൽ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ ഈശോ എവിടെയായിരുന്നു? മാതാവിന്റെ മടിയിലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ പൂജരാജാക്കന്മാര് ഈശോയുടെ അരികിലേക്ക് വന്ന് പുൽക്കൂട്ടിൽ കയറി അവരും കുമ്പിട്ട് ആരാധിച്ചു. ഒരാളുടെ മുമ്പിലാണ് കുമ്പിട്ട്? ഈശോയുടെ മാത്രമാണോ? മാതാവിന്റെയും ഈശോയുടെ മുൻപിൽ. അവർ മാതാവിനെയാണ് ആരാധിച്ചത്? അല്ല, മാതാവിനെ അല്ല ആരാധിച്ചത്. പക്ഷെ അവർ കുമ്പിട്ട ആരുടെ മുൻപിലാണ്? മാതാവിന്റെ ഈശോയുടെ മുൻപിലാണ്. മാതാവിന്റെ ഈശോയുടെ മുൻപിലാണ്. എനിക്കൊരു ബോധ്യം വേണം. ഇത് ഞാൻ ദുബൈയിൽ പള്ളിയിൽ ഇതിനെക്കുറിച്ച്, മാതാവിനെ കുറിച്ച് ഒരു ടോക്ക് എടുത്തപ്പോൾ ഞാൻ ഇത് പറഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഒരു കുടുംബം, അവർ വളരെയധികം അസ്വസ്ഥതപ്പെട്ട് മാതാവിനെ തള്ളിപ്പറയുന്ന ഒരു സമൂഹത്തിന്റെ കൂടെ പോകാൻ എനിക്ക് ഇങ്ങനെ താല്പര്യപൂർവ്വം ഇരിക്കുമ്പോൾ ഞാൻ ഒരു മണിക്കൂർ എന്ന മാതാവിനെ കുറിച്ച് പറഞ്ഞു. ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് എനിക്ക് തോന്നിയൊരു ഇൻസ്പിറേഷൻ, ഇപ്പൊ നിങ്ങളോട് പറയാമെന്നതല്ല, ഇപ്പൊ തോന്നിയത് കൊണ്ട് ഈശോയെ ആരാധിക്കുമ്പോൾ മാതാവിനെ മാറ്റി നിർത്തി ഒരിക്കലും ആരാധിക്കാൻ പാടില്ല, ഒരിക്കലും ആരാധിക്കാൻ പറ്റില്ല. കാരണം ഈശോ എവിടെയിരിക്കുന്നത്? അമ്മയുടെ മടിയിലാണ്. മരിച്ചു കഴിഞ്ഞിട്ടും അമ്മയെടുത്ത് മടിയിൽ വെച്ചു 33 വയസ്സായ മോനെ. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെ ആരാധിക്കുമ്പോ, ഈശോയെ ആരാധിക്കുമ്പോ മാതാവിനെ അങ്ങോട്ട് ഇറക്കി നിർത്തിക്കേ, എന്നിട്ട് നമുക്ക് ആരാധിക്കാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പറയണം, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി നിന്ന് ഞാൻ ഈശോ ഇവിടെ അകത്ത് കയറി അമ്മയോടൊപ്പം ആരാധിച്ചു കൊള്ളാം. ഹല്ലേലൂയ. അമ്മയില്ലാത്തൊരു സഭയല്ല. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ, ഞാൻ എപ്പോഴും ചിന്തിക്കും, പരിശുദ്ധ അമ്മ കാൽവരിയുടെ നെറുകയില് ഈശോയുടെ ഹൃദയം കുന്തം കൊണ്ട് കുത്തി തുറന്നപ്പോൾ അതിൽ നിന്നാണ് സഭ ജന്മമെടുക്കുന്നത്. ഒരു ഡെലിവറി നടക്കുമ്പോ രക്തവും ജലവും ഉണ്ടാവും അല്ലെ? സഭയുടെ ജന്മം യഥാർത്ഥത്തില് കാൽവരിയുടെ നെറുകയിലാണ് ഉണ്ടായത്. അമ്മയുടെ കൈകളിലേക്കാണ് സഭയെ വെച്ചു കൊടുക്കുന്നത്. സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്നാണ്? പന്തക്കുസ്തായില്.
പന്തക്കുസ്തായിലെ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിരുത്തി, മക്കളെ നമുക്ക് ഈശോയെ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് സെഹിയോന്റെ മാളികയിൽ കൊണ്ടിരുത്തി. അവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടായപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല, അമ്മ മുട്ടത്തോടാണ് പുറത്തിറക്കി നിർത്തുക, എന്നിട്ട് നിങ്ങൾക്ക് അഭിഷേകം തരാമെന്ന്. ഹല്ലേലൂയ. അമ്മ അവിടെ നിന്നു. അമ്മയോടൊപ്പം ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടി. അവിടെ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോ ആര് കൂടെയുണ്ട്? അമ്മ കൂടെയുണ്ട്. സഭ തുടങ്ങിയപ്പോ അമ്മയുണ്ടെങ്കിൽ സഭ തീരുമ്പോഴും അമ്മ കൂടെ കാണും. സഭ തുടങ്ങിയപ്പോൾ അമ്മയുണ്ടെങ്കിൽ ഇന്ന് സഭയോടൊപ്പം ആര് കാണും? അമ്മ കാണും. അമ്മയെ ചവിട്ട് കൊട്ടയിൽ എറിഞ്ഞിട്ട് ഒരു ആരാധനയ്ക്കും ഒരു പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് പ്രിയമുള്ള മക്കളെ നമ്മൾ പോകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. അമ്മയോട് ചേർന്ന് ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ആരാധിക്കാം. നമ്മൾ പലപ്പോഴും ഈശോയോട് നമ്മുടെ ആവശ്യങ്ങൾ പറയും, പല കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഈശോയെ ആരാധിക്കുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ പറയണ്ട. ഇന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഈശോയോട് സംസാരിക്കണം. നമ്മൾ ഈശോയോട് സംസാരിക്കണം. സംസാരിക്കുമ്പോൾ എപ്പോഴും പരാതി പറഞ്ഞാല് ആ പരാതി പറയുന്നവര് ചിലപ്പോൾ നമുക്കാണെങ്കിൽ തന്നെ ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെ? നമുക്ക് അല്ലാതെ സംസാരിക്കാമല്ലോ ഈശോയോട്. ഈശോയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാം. ഈശോയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഈശോയോടൊപ്പമുള്ള നമ്മുടെ ജീവിതം. ഞാൻ കണ്ടിട്ടുണ്ട് ഈശോയോട് സംസാരിക്കുന്ന പല വൈദികരും പല ആത്മാരും അവരുടെ മുഖത്തേക്ക് അവർക്ക് ചിരിച്ച് സന്തോഷപൂർവ്വമാണ് ഈശോയോട് സംസാരിക്കുന്നത്. പലരും കിടക്കപ്പായുടെ ഒരു സിസ്റ്ററിനോട് പറഞ്ഞാണ്, കിടക്കുന്ന പായയുടെ അരികിൽ ഒരു കസേര ഇട്ടിട്ടുണ്ട് ഈശോയ്ക്ക് വന്നിരിക്കാൻ. കണ്ണു തുറക്കുമ്പോഴൊക്കെ ആ ഈശോയ്ക്ക് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. നമുക്ക് ഈശോയോടൊന്ന് സംസാരിക്കാം. ഇന്ന് ആരാധനയിൽ നമ്മൾ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കണ്ണുകളൊക്കെ അടയ്ക്കാം. കണ്ണുകൾ അടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ എല്ലാവരും അടച്ച്, ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി ഒന്ന് അടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയുടെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു രൂപം നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ തൊട്ട് മുൻപില് ഈശോ നിൽപ്പുണ്ട്. ഈശോയെ കെട്ടിപ്പിടിക്കണോ തോന്നിയാൽ കെട്ടിപ്പിടിച്ചോളൂ. തോളത്ത് കൈയിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ നിന്നോളൂ. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തോളത്ത് ഒരു കറുത്ത വർഗ്ഗക്കാരൻ തോളത്ത് കൈയിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു പിക്ചർ ടിവിയിൽ കാണിച്ചു. മാർപ്പാപ്പയാണ്, വലിയ പ്രോട്ടോകോളാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആ മനുഷ്യനോടാണ് നിന്ന് സംസാരിക്കുന്നത്. ഈശോ നമുക്ക് വേണ്ടി ഇത്ര ചെറുതായി ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ ഏറ്റവും ചെറിയവരിൽ ചെറിയവനായി നമ്മുടെ അടുത്തുണ്ട്. ഈശോയെ തൊട്ടുകൊണ്ട് സംസാരിക്കാൻ, ഈശോയുടെ തോളത്ത് കൈയിട്ടോടെ സംസാരിക്കാൻ, ഈശോയുടെ തിരുമാറിൽ കൈയിട്ടോടെ സംസാരിക്കാൻ. ഒന്ന് ഈശോയെ കണ്ട് ഈശോയുടെ മനസ്സുകൊണ്ടൊന്ന് സംസാരിച്ച്, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്ന കാര്യം അടുത്ത് നിൽക്കുന്ന ആരും കേൾക്കുമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈശോയുണ്ട്. ആ ഈശോയെയാണ് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. ഈശോയോട് പറഞ്ഞ് ഞാൻ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയ്ക്ക് സുഖമാണ്. ഈശോയെ, ഞാൻ എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടല്ലേ, നീ എന്നോട് ക്ഷമിച്ചു എന്ന് എനിക്കറിയാം. ഒന്ന് വർത്താനം പറഞ്ഞ ഈശോയോട്. ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ച ഈശോയെ. നമ്മുടെ മുഖത്തിന്റെ സന്തോഷമല്ലേ ഈശോ ആഗ്രഹിക്കുക? അവൻ പോയപ്പോഴും നമുക്ക് തന്നിട്ട് പോയത് സമാധാനമല്ലേ? സമാധാനം നിങ്ങളോട് കൂടെ എന്നല്ലേ ഈശോ പറഞ്ഞത്? ഹൃദയത്തിൽ ആ സമാധാനം ഒന്ന് സ്വീകരിച്ചുകൊണ്ട് ചുണ്ടുകളിൽ ആ പുഞ്ചിരിക്കുന്നു വിടരട്ടെ ഈശോയെ നോക്കി. നമുക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. പൂർണ്ണ സമർപ്പണം ഈശോ ആഗ്രഹിക്കുക. എല്ലാം വിട്ടുകൊടുത്തേ ഈശോയ്ക്ക്. എല്ലാം ഈശോ തന്നതല്ലേ, എല്ലാം ഈശോയുടെ ദാനമല്ലേ? പൂർണ്ണമായിട്ട് സമർപ്പിച്ചു വന്ന്
പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഈശോയെ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് നിനക്ക് തരികയാണ്. ഞാൻ നിന്റെയാണ് ഈശോ. നിനക്ക് വേണ്ടിയാണ് ഇനിയുള്ള എൻ്റെ ജീവിതം. നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് നിന്റെ വചനം ശ്രവിച്ചു വചനം അനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു വ്യക്തിയാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. കരങ്ങളൊക്കെ ഒന്ന് നെറ്റിപ്പിടിച്ചുകൊണ്ട് സ്വരമുയർത്തി എന്ന് പറഞ്ഞ ഈശോയെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞാൻ നിന്റേതാണ്, ഞാൻ നിനക്കുള്ളതാണ്. എന്റെ സർവവും നിനക്കായി സമർപ്പിക്കുന്നു. എന്റെ കുടുംബവും എന്റെ ജീവിതവും എന്റെ ആരോഗ്യവും എന്റെ സമ്പത്തും സന്തോഷവും ജോലിയും സങ്കടവും രോഗവും വേദനയും എല്ലാം സമർപ്പിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എല്ലാവരെക്കാളും ഉപരിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എന്റെ കുടുംബത്തിലുള്ള എല്ലാവരെക്കാളും ഉപരിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഹൃദയത്തിൽ നമുക്ക് ഏറ്റുപറയാം, ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. തിബേരിയോസിന്റെ തീരത്ത് ഈശോ പത്രോസിനോട് ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ തിബേരിയോസ് കടലിനേക്കാളും ഈ മറ്റു ശിഷ്യന്മാരെക്കാളും ഈ വലയെക്കാളും മീനേക്കാളും വഞ്ചിയേക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും പത്രോസ് പറഞ്ഞു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. മൂന്നാം പ്രാവശ്യവും ചോദിച്ചപ്പോ പത്രോസ് തളർന്നുപോയി, എന്റെ കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു. നമുക്ക് പൊട്ടിക്കരയാം. ഈശോ ചോദിക്കുകയാണ്, മകനെ, മകളെ, ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞതുപോലെ പറയാം, ഇവരെക്കാൾ അധികമായി, എന്റെ കുടുംബത്തെക്കാൾ അധികമായി, എന്റെ ജീവിത സന്തോഷങ്ങളെക്കാൾ അധികമായി എന്റെ കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. സ്വരം ഉയർത്തി പറഞ്ഞ്, എന്റെ